സിൽവർ ലൈൻ പദ്ധതിയെ ഞങ്ങൾ എതിർത്തു. എന്തുകൊണ്ടാണ്? അതിൻ്റെ DPR കണ്ടു. അത് കേരളത്തിലൊരു പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും. ആ പദ്ധതി കേരളത്തിലെ സാമ്പത്തികമായി തകർക്കും. അത് ഞങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞതാണ്. അതിനുശേഷം കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ പറയും ഞങ്ങളതിനെ എതിർക്കുന്നില്ല, പദ്ധതി എന്താണെന്ന് അറിയട്ടെ, നമുക്ക് നോക്കാമെന്ന് പറയും. ഞാനത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എന്താണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണം? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ എതിർത്തു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ അനുകൂലിച്ചു. ആ പദ്ധതി റെയിൽവേ ആണല്ലോ പ്രഖ്യാപിക്കുന്നത്, റെയിൽവേക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം. അവർ പദ്ധതി പ്രഖ്യാപിക്കട്ടെ. ഈ ശ്രീധരനെ പോലത്തെ ഒരാളാണത് പറഞ്ഞത്. അത് വരട്ടെ, നമുക്ക് നോക്കാം, ഞങ്ങളതിനെ എതിർക്കുന്നില്ല, വന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതിനെന്താ ഈ വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം പ്രശ്നമാണ് പറഞ്ഞത്, എന്തെല്ലാം. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ. അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് പറയാം. മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പറയാം, പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല. ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ല. പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ഇവർ.